കലയുടെ ഒരു ഭാഗമായിട്ട് 64 കലകളോളം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കലയുടെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടാകുമായിരിക്കും. നമ്മൾ 64 നമ്മളൊരു പെട്ടെന്ന് ധൃതി പിടിച്ചെങ്കിലും പോകുന്ന സമയത്ത് നല്ലൊരു പാട്ട് കേട്ടാൽ നമ്മളൊരു നിമിഷം ആരാ പാടിയ നല്ല പാട്ടാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മളവിടെ നോക്കി. ഒരു പൂ കണ്ടാൽ നമ്മളത് നോക്കി. നല്ലൊരു ചിത്രം കണ്ടാൽ ഇതിന് പിന്നിൽ ആരായിരിക്കും എഴുതിയിരിക്കുന്നത്, ചിത്രം വരച്ചത് ആരാണെന്നറിയാമോ. അങ്ങനെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിനെ അതിലേക്ക് വലിച്ചടിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ കലയെ അതാണ് കല എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരും ഉള്ളിലുള്ള കല ഇതുപോലെയുള്ള കലാവേദികളിൽ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളിൽ നമ്മളത് കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ പരിപോഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കലാവേദി പോലുള്ള ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും ഒരു കല ചെയ്യുന്ന ആൾ മാത്രമല്ല യഥാർത്ഥ കലാകാരൻ, കല ആസ്വാദകനും ഒരു കലാകാരൻ തന്നെയാണ്. നല്ലതിനെ കണ്ട് അതിന് വേണ്ടി നമ്മൾ ഇഷ്ടം തോന്നുകയും അതിനു വേണ്ടി അത് നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നത് അതും ഒരു കലാകാരൻ്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ ഏറ്റവും മഹത്തരമായ ഒരു പരിപാടി തന്നെയാണ് കല. പഠിത്തത്തോടൊപ്പം കലയും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഈ ഒരു കലാസൃഷ്ടിയെ നമ്മൾ കണ്ടെത്തുക, അത് അധ്യാപകരുടെ, കൂട്ടുകാരികളുടെ, മാതാപിതാക്കളുടെ, പിന്നെ സ്വയം ഇത് നമ്മൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് പഠിത്തത്തോടൊപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം കലയും കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കലയെ കരിയിൽ നിന്നും അകറ്റുവാനുള്ള ഒരു കഴിവുണ്ട് കലയ്ക്ക്. ആരാണ് യഥാർത്ഥ കലാകാരൻ? ഒരു കലാകാരൻ എന്ന് പറയുന്നയാൾ സ്നേഹം നിറഞ്ഞ മനുഷ്യനായിരിക്കും. ഹൃദയം ഒരു ആർദ്രത നിറഞ്ഞവനെ കലാകാരനാകാൻ കഴിയും. ഉള്ളിൽ പൈശാചിക ചിന്തകൾ കൊണ്ട് നടക്കുന്നതിന് ഒരിക്കലും നല്ലൊരു കലാകാരനാകാൻ കഴിയില്ല. അപ്പോൾ കലയെ അകറ്റുവന്ന ഒരു ഉപാധി കൂടിയാണ് കല. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ ഭദ്രകാളി മുടി കളമെഴുത്തുപാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ദാരികനെ കൊന്ന് അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് കലി തുള്ളി അടക്കി വരുന്ന കാളി, ആ കാളിയുടെ കലി ശമിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ നന്ദികേശൻ്റെ കൂടെയുള്ള കൈലാസത്തിലൊരു കൂട്ടം ആൾക്കാർ കളം എഴുതി കാളിയുടെ ചിത്രം കാളി വരുന്ന വഴിക്ക് എഴുതി കാളിയെ സ്തുതിച്ച് പാടി കാളിയുടെ കലി അടക്കിയതായിട്ടാണ്. അതാണ് കളയെഴുത്തും പാട്ടിൻ്റെ ഒരു ഉത്ഭവം. അപ്പോൾ അത്രയ്ക്ക് ഭദ്രകാളിയുടെ കലി പോലും ഒരു നിമിഷം അടക്കിയ മഹത്തായ ഒരു കലയാണ് ഏത് കലയും. അത് കാരണം എല്ലാവരും കലയെ സ്നേഹിക്കുക. കലയെ നമ്മൾ എന്നെങ്കിലും നമ്മൾ കലയെ വെറുതെ കണ്ടാൽ പോരാ, കലയെ നമ്മുടെ ജീവൻ്റെ ആത്മാവായിട്ട്, എന്തിനേയും ജീവൻ്റെ ആത്മാവായിട്ട് ഉപാസനയോടുകൂടി നമ്മൾ കലയെ പുലരുകയാണെങ്കിൽ, കലയെ പൂജിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ അറിയപ്പെടുക ഒരു വ്യക്തിയായിത്തീരും എന്നുള്ളതാണ് പൂർവ്വചരിത്രങ്ങൾ. പിന്നെ എന്നെ ഇതുപോലെ ഈ സരസ്വതി കടാക്ഷം അനുസ്യൂതം തിരഞ്ഞെടുക്കുന്ന സ്കൂളിലെ ഈ വിദ്യാലയത്തിലേക്ക് ശ്രീ ശങ്കരൻ വിരാജിക്കുന്ന ഈ സംവിധാനത്തിലേക്ക് ഇതുപോലൊരു ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഇതെൻ്റെ ഒരു അരങ്ങേറ്റമാണ്. ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 2 പേരുടെ മുമ്പിൽ നിന്നൊരു വർഷം പറയാത്ത മനുഷ്യനാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ആൾക്കൂട്ടം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആൾക്കൂട്ടം തന്നെയാണ്. ഇത്ര പേരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ ഒരു 2 വാക്കും പറയാൻ എനിക്ക് അവസരം തന്ന സംഘാടകരോടും, അതും എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ. ഇപ്പം നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ കലാപരിപാടി ആസ്വദിക്കാൻ വന്നതിനേക്കാൾ ഉപരി എൻ്റെ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടി ഇവിടെ സംഗമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതുമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.